അത് പണ്ടും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. NCP എന്ന് പറയുന്നത് ഒരു കെട്ടുവള്ളത്തെ പോലും ആളില്ലാത്ത ഒരു പാർട്ടി. അത് പ്രത്യേകിച്ച് കുട്ടനാട്, അവിടെ ഒരു കുട്ടനാട് ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു സീറ്റ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേരത്തെ ഒരാൾക്ക് കൊടുത്തിരുന്നു. അദ്ദേഹം അകാലത്ത് മരിച്ചുപോയി. മരിച്ച ഉടനെ അദ്ദേഹത്തിന്റെ കണക്കെടുത്തുകാരനും പൊട്ടിയതായിട്ട് നടക്കുന്ന ഒരാളിനെ പറ്റി അടുത്ത ദിവസം ആ സ്ഥാനം കിട്ടിയതാ കൊടുത്താൽ പോട്ടെ, പിന്നെ മന്ത്രിയാകാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ മനുഷ്യന് ഒരു മന്ത്രിസഭയിൽ ഇരിക്കാനോ ഒരു MLA ആയിട്ടിരുന്നിട്ട് 2 വർത്തമാനം പോലും പറയാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് മോഹം എവിടെ കൊണ്ടെത്തുന്നത്? ജനാധിപത്യത്തിൽ ഇത്രയും വലിയ ഒരു അപകടം വരാനുള്ളത്. നീ ഒന്ന് ആലോചിച്ച്, 1.5 കൊല്ലമേ കഷ്ടിച്ചുള്ള ഈ കാലാവധി ഈ മന്ത്രിസഭയ്ക്ക്. ഈ മന്ത്രിസഭ ആദ്യത്തെ ടേമിനേക്കാൾ ഇമേജ് അല്പം കുറവാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനെ കൂടെ കയറ്റിയാൽ ഇതിനൊരു പ്രവർത്തന പരിചയമൊന്നുമില്ല. ഇന്ന് ശശീന്ദ്രൻ വകുപ്പ് കൊണ്ട് നടപ്പുണ്ട്. ആളെ മാറ്റിയിട്ട് ഇദ്ദേഹത്തിനെ വെച്ചാൽ ഈ 1.5 കൊല്ലത്തിനുള്ളിൽ എന്ത് ചെയ്യാനും പുള്ളി പഠിച്ചു വരുമ്പോഴത്തേക്ക് സംഗതി മയ്യത്താകും. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കണം, 6 മാസം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള കേളിവിട്ടായി. ഇതിനുള്ളിൽ മന്ത്രിസഭാ മാറ്റവും പുനഃസംഘടനയും ഇടതുപക്ഷത്തിന്റെ ഈ ഘടനയിൽ ശരിയാകുമോ? മാത്രമല്ല, അത് കൊടുക്കാതിരിക്കാനല്ല, കൊടുക്കാനുള്ള പ്രായോഗിക പ്രയാസങ്ങളെ പറ്റിയെല്ലാം മുഖ്യമന്ത്രി പലപ്പോഴും പറഞ്ഞിട്ട് പോലും ഏതാണ്ട് മന്ത്രിസഭയും കേരള ഭരണവും എല്ലാം പഴുത്തിരിക്കുന്ന ഏത്തക്കൊല പൂവങ്കൊലയാണെന്ന് ധാരണ. അതായത് കുലുക്കിയ ഉടനെ എല്ലാം അടന്ന് ഭരണം താഴ്ത്തു പോകുന്ന നിലയിൽ ഇദ്ദേഹം ഈ ഉത്തരത്തെ ഇരിക്കുന്ന പല്ലിയിലെ കുട്ട് ഉത്തരം താങ്ങുന്ന പല്ലിക്ക് എന്താവുന്ന ഈ താങ്ങുന്നതെല്ലാം താനാണെന്നുള്ള തോന്നല്. ഈ ആരുമല്ലാത്ത ഈ ഉത്തരം താങ്ങി പല്ലി ഈ സൈസ് ജൽപ്പനങ്ങളും ഞങ്ങളിപ്പോ തകർത്തത്. ഇതെല്ലാം ആ ചാക്കോയാണ് ഉണ്ടാക്കിയെടുത്തത്. ചാക്കോ എവിടെയെങ്കിലും ഇരുന്ന് വെല്ലം കുളം കുടിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കും. ചാക്കോ ഉണ്ടാക്കി, അതും നോക്കി. അത് കഴിഞ്ഞ് പിന്നെയും കോൺഗ്രസിൽ ചെന്ന് അവർ MLA MP വരെ കൊടുത്തു. അതിനെ മുക്കിയിട്ട് ശരത് പവാറോട്ട് ചേർന്ന് പിന്നെ ഇങ്ങോട്ട് ചാടിപ്പോ. നിങ്ങളൊന്ന് ആലോചിക്കണം, എത്രയോ സീനിയറായ ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. അവരെല്ലാം ചവിട്ടി താത്തിക്കൊണ്ട് ഒറ്റ സുപ്രഭാതത്തിൽ NCPയുടെ നേതാവാകുന്നു. ആ നേതാവായി അപ്പോൾ അദ്ദേഹം ചെയ്ത പണി എന്താണ്? ഉടനെ തന്നെ കുട്ടനാട്ടുകാരനെ മന്ത്രിയാക്കാനുള്ള വിലപേശലും അതിന് കണക്ക് പറയലും ഒക്കെ ആയി വന്നു. ഇതൊക്കെ ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളെ വോട്ട് കൊടുത്തവരെ കൊഞ്ഞനം കാട്ടുകയല്ലേ? ഇതൊരു ഇടതുപക്ഷത്തിന്റെ സീറ്റാണ്. അപ്പൊ പിന്നോക്കക്കാരന് അധസ്ഥിതന് ഏറെയുള്ള കുട്ടനാടൻ പ്രദേശത്ത് അവരുടെ ജനവികാരങ്ങൾക്ക് എതിരാണെന്ന് ഈ സ്ഥാനാർത്ഥിയെ കൊടുത്തത്. NCPക്ക് അവിടെ സീറ്റ് കൊടുക്കാൻ എന്ത് ന്യായമാണ്? പക്ഷെ ഇടതുപക്ഷത്തിന് വലിയൊരു ഔദാര്യശീലമുണ്ട്. കാരണം അവരുടെ ഘടകകക്ഷികൾ ആരായാലും ഒരാളെ ഉള്ളെങ്കിലും ഒരു MLA ഉണ്ടെങ്കിലും അവരെ മന്ത്രിയാക്കുന്ന ഒരു സംസ്കാരം. ആ സംസ്കാരം വന്ന് എന്തു പറ്റി? ഇടതുപക്ഷത്തിന് അർഹമായ സീറ്റോ പിന്നോക്കക്കാർക്ക് അർഹമായ പ്രാതിനിധ്യമോ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് ഇതുപോലുള്ള ആളുകൾ വലിഞ്ഞു കയറി പോരുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചോരയും നീരും കൊടുത്ത പിന്നോക്ക അധസ്ഥിത വർഗങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ സ്ഥാനങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അനർഹ കയറി വരികയും ചെയ്യുന്നു. ഇതൊന്നും ശരിയല്ല, മാന്യമല്ല, മര്യാദയല്ല. കുട്ടനാടൻ ജനങ്ങളുടെ വികാരത്തിനെതിരാണ്. പിന്നെ പാർട്ടി തീരുമാനിക്കുന്നു, ജനങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് എന്നും ഇങ്ങനെ വോട്ട് കുത്തി യന്ത്രങ്ങളിലായി കുട്ടനാട്ടുകാരെ കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരിക്കലും കുട്ടനാട്ടുകാർക്ക് പ്രിയങ്കരനല്ല, അപ്രിയനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് കുട്ടനാടൻ പ്രദേശങ്ങൾക്ക് ഒരു ചുക്കും ചെയ്തു കൊടുക്കാനോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല. ഇടക്കാലത്ത് ഒരു ഹൈന്ദവ ഐക്യത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്പൂരി മുതൽ നായാടി വരെ എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെ അവതരിപ്പിച്ചത്. ഇപ്പോൾ അതിന്റെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പൊ ഈ ഹൈന്ദവ സമൂഹത്തിൽ ഒരു ഭിന്നതയുടെ അംശം കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് അങ്ങനെ ഉണ്ടാകുന്ന കാര്യം? എന്ത് ഭിന്നതയാണ്? ഈ നായാടി തൊട്ട് നമ്പൂരി വരെയല്ല, അത് മാറി. നായാടി തൊട്ട് നസ്രാണി വരെ ഇപ്പോഴത്തെ ഐക്യതാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം കൊണ്ട് എത്തിച്ചു. നായാടി തൊട്ട് നസ്രാണി ഇവരുടെ കൂട്ടായ്മ വേണമെന്നാണ് ഞങ്ങള് മൈസൂരിൽ കൂടി യോഗം തീരുമാനിച്ചത്. നസ്രാണിനെ ഒഴിവാക്കുന്നതിൽ കാര്യമില്ല, അവരും കൂടെ വേണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ സാമാന്യം നല്ല ശതമാനമുള്ളവരാണ്. അവർക്ക് ഒരുപാട് അവസ്ഥകളും പ്രയാസങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു.
അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരിഗണിക്കാനോ പരിരക്ഷിക്കാനോ ആളില്ലാത്ത ഈ അവസ്ഥ വന്നപ്പോൾ ആ തുല്യ ദുഃഖരായ അവരെ കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകേണ്ടത് ഈ രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് അനിവാര്യമാണെന്നുള്ള ചിന്തയോടുകൊണ്ട് നായാട് തൊട്ട് നസ്രാണി വരെ എന്നാണ്.